السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين. كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون وفي أموالهم حق للسائل والمحروم وفي الأرض آيات للموقنين وفي أنفسكم أفلا تبصرون وفي السماء رزقكم وما توعدون فورب السماء والأرض إنه لحق مثل ما أنكم تنطقون. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സൂറത്ത് സാരിയാത്തിന്റെ 23 വരെയുള്ള വചനങ്ങൾ പഠിക്കുന്നതിനുള്ള അവസരം നമുക്ക് നൽകിയിരിക്കുകയാണ്. അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കുക. അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും ആ വാക്കുകളും അത് അർഹിക്കുന്ന വിധത്തിൽ നാം മനസ്സിലാക്കുകയും പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പാലിക്കുമെന്ന പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുക. ഇതാണ് വിശുദ്ധ ഖുർആനോട് നമുക്കുള്ള അവസാനത്തെ ബാധ്യത. ഖുർആൻ നന്നായി പാരായണം ചെയ്യുക, തെറ്റില്ലാതെ ഓതുക, അതോടൊപ്പം തന്നെ അത് അർത്ഥം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കുന്നതിന് വേണ്ടിയുള്ള കഠിനമായ ഒരു പരിശ്രമം നടത്തുക. അതിനും പിറകിലായിക്കൊണ്ട് ആ വിശുദ്ധ ഖുർആന്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും സ്വന്തം ജീവിതത്തിൽ പാലിക്കുകയും അങ്ങനെ സത്യവിശ്വാസികളായി തീരുകയും ചെയ്യുന്ന നല്ലവരിൽ നല്ലവരായി നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തു ദാരിയാത്തിന്റെ ഞാൻ ഓതിവെച്ച വചനങ്ങളാണ്. 15 മുതലുള്ള വചനങ്ങൾ. 15 മുതൽ മുത്തക്കികളുടെ ചില ഗുണവിശേഷങ്ങളെ സംബന്ധിച്ചാണ് പറയാൻ പോകുന്നത്. അഥവാ നമ്മൾ എല്ലാവരും മുത്തക്കികളാകാൻ ആഗ്രഹിക്കുന്നവരാണ്. തഖ്വ കൊണ്ട് എപ്പോഴും നാം പരസ്പരം വസിയത്ത് ചെയ്യുന്നവരാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യപ്പെടുന്നവരുമാണ്. എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഖത്തീബുമാരും പ്രഭാഷകന്മാരും പ്രബോധകന്മാരും അമ്പിയാക്കന്മാരും മൗലിയാക്കന്മാരും എല്ലാവരും നമ്മളോട് പറയുന്നത് തഖ്വ കൊണ്ടുള്ള വസിയത്താണ്. തഖ്വ ഉണ്ടാകണം. തഖ്വ ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരാൾക്കും ഒരു പ്രയോജനവും ഇല്ല. മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് തഖ്വ ഉണ്ടാകണം. അതുപോലെ തന്നെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിലും നമുക്ക് തഖ്വ ഉണ്ടാകണം. അള്ളാഹു നമ്മളെ പരിഗണിക്കുമെങ്കിൽ നമുക്ക് തഖ്വ ഉണ്ടാകണം. അതല്ല
ഒരുപാട് വിഷയങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കുന്നതിന് തഖ്വ അനിവാര്യമാകുന്നു. തഖ്വ ഇല്ലെങ്കിൽ യാതൊരു കാര്യവും ഇല്ല. അതുകൊണ്ട് നമുക്ക് നല്ല ഉപകാരമുള്ള വിജ്ഞാനം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ കേട്ടിട്ട് തന്നെ, അതുകൊണ്ട് ഒരു ഹിദായത്ത് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. തഖ്വ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഉള്ള ഹിദായത്ത് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ തഖ്വ ഉണ്ടാകൽ ഒരു ആവശ്യമാണ്. തഖ്വ ഉള്ളവർ ആരാണ്, എങ്ങനെയാണ്, എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ നമുക്കറിയണം. അവർക്ക് ലഭിക്കാൻ പോകുന്ന വലിയ പദവികളെ സംബന്ധിച്ചും ഇന്നത്തെ ഈ ആയത്തിൽ നമുക്ക് പഠിക്കാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമായി കൊണ്ടാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയെ പഠിപ്പിക്കാൻ പോകുന്നു. യത്തഖില്ലാഹ്, ആരെങ്കിലും തഖ്വ ഉള്ളവരായി തീർന്നു കഴിഞ്ഞാൽ യജ്അൽ ലഹു മഖറജ, അവർക്ക് അവര് പെടുന്ന എല്ലാ പെടലുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള ഒരു മഖറജ്, ഒരു തുറവി അവർക്ക് ലഭിക്കും. തഖ്വ ഉണ്ട് എങ്കിൽ. തഖ്വ ഇല്ലെങ്കിൽ രക്ഷയില്ല. അതുപോലെ തന്നെ വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, അള്ളാഹു എന്ത് കാര്യവും നമുക്ക് എളുപ്പമാക്കി തരാനുള്ള ഒരു എളുപ്പമാർഗമാകുന്നു തഖ്വ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. എളുപ്പമാക്കുക, കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി തീർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തഖ്വ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് അങ്ങനെ തഖ്വ ഉണ്ടാകണം. ഫഅമ്മാമൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കുന്ന ചില മാർഗ സ്വഭാവങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ആ നിലയിൽ തന്നെ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മളെല്ലാവരും മുത്തക്കികളായി തീരുന്നതിനുള്ള ഒരു പരിശ്രമം നമുക്ക് വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ അഥവാ വിശുദ്ധ ഖുർആൻ, വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണം, വയുഅല്ലിമുക്കുമുല്ലാഹ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു നിങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു തരും, എല്ലാ ഹിക്മത്തും പഠിപ്പിച്ചു തരും, എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു അത് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഖുർആൻ ഫുർഖാനുൽ അലീം, വയത്തഖുല്ലാഹ്, നിങ്ങളെല്ലാവരും വൈൻ തത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണ് എങ്കിൽ യജ്അൽ ലക്കും ഫുർഖാന, നിങ്ങൾക്ക് തന്നെ ഒരു ഫുർഖാനിനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരും. എങ്ങനെ? അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? തഖ്വയുള്ളവരാകണം. നമുക്ക് ആകാശത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തുകൾ ഇറക്കി തരും. നമ്മുടെ ശത്രുക്കൾക്ക് നമുക്കെതിരിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല തഖ്വ ഉണ്ട് എങ്കിൽ. നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തും, നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കും. ഒരുപാട് സൽഗുണങ്ങൾ തഖ്വ കൊണ്ട് നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് മുത്തഖീങ്ങളെ സംബന്ധിച്ചാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. ഇന്നൽ മുത്തഖീൻ, തീർച്ചയായും ഭയഭക്തന്മാർ. തഖ്വ ഉള്ളവർ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഭക്തിയും ഭയവും ഉള്ളവർ എന്നാണ്. ഭക്തി വേണം, ഭയം വേണം. അതിനാണ് എന്ത് പറയുന്നത്? മുത്തഖീങ്ങൾ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി പറഞ്ഞു തരുന്നത്. ഭക്തി എന്തിൽ നിന്ന്? അള്ളാഹുവിനോടുള്ള ഭക്തി, അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടുള്ള ഒരു ഭക്തി, അത് നമുക്കുണ്ടാകണം. ഭയമോ? അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ചുള്ള ഒരു ഭയവും ഉണ്ടാകണം. ഇത് രണ്ടും കൂടി അലിഞ്ഞു ഒന്ന് ചേരുമ്പോഴാണ് വാസ്തവത്തിൽ എന്തുണ്ടാകുന്നത്? തഖ്വ ഉണ്ടാകുന്നത്. അള്ളാഹിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ പ്രവൃത്തികൾ അങ്ങനെ തന്നെ അനുസരിച്ച് ചെയ്യാൻ സാധിക്കുക. തർജു സവാബല്ലാ, എങ്ങനെ? പ്രവൃത്തി സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കൂലി കിട്ടുമെന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷയോടുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം, ഈ ഖുർആന്റെ ദർശനം കാരണമായിക്കൊണ്ട് തിന്മകളിൽ നിന്ന് നാം തടഞ്ഞു നിർത്തുക, നാം മാറിപ്പോവുക. അള്ളാഹുവിന്റെ ഇഖാബിനെ ഭയപ്പെട്ടുകൊണ്ട്. അപ്പൊ ഈ ഭയം ഉണ്ടാകണം, ഭക്തി ഉണ്ടാകണം, സ്നേഹം ഉണ്ടാകണം, പ്രതീക്ഷ ഉണ്ടാകണം. എല്ലാം കൂടി ചേരുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഭക്തി ഉണ്ടാകുന്നു. അലി റളിയല്ലാഹു അൻഹു ഇതിനെപ്പറ്റി പറഞ്ഞത് ഖൗഫു മിനല്ലാഹ്, അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു പേടി ഉണ്ടാകുക എന്നുള്ളതാണ്. ഖൗഫു മിനൽ ജലീൽ, ജല്ല ജലാലായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഉള്ള ഒരു ഭയപ്പാട്. പടച്ചവനെല്ലാം കാണുന്നുണ്ടല്ലോ, പടച്ചവനെല്ലാം അറിയുന്നുണ്ടല്ലോ, പടച്ചവനെല്ലാം രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. അള്ളാഹു ഷദീദുൽ ഇഖാബല്ലേ, എല്ലാത്തിന്റെയും കൃത്യമായി കണക്ക് നോക്കി ശിക്ഷ നൽകാമെന്ന് വിചാരിച്ചാൽ അത് വല്ലാത്തൊരു കഷ്ടമായി പോകില്ലേ എന്ന ഒരു ഭയപ്പാട്. ഖൗഫു മിനൽ ജലീൽ, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ടോ ആ പേടി കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കണം? വൽ അമലു ബിത്തൻസീൽ. തൻസീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്നിട്ടുള്ള ഈ വിശുദ്ധ ഖുർആനിനെ കൊണ്ട് അമല് ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം നമുക്കുണ്ടാകണം. ആ ഭാഗ്യം കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സമയത്ത് വൽ ഖനാഅതു ബിൽ ഖലീൽ,
കുറച്ചുള്ളൂവെങ്കിലും അതിനെ പറ്റിയിട്ട് തൃപ്തിപ്പെട്ടിട്ടുള്ള സുഖസുന്ദരമായ ഒരു ജീവിതം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുക. എത്രയാണ് നമുക്ക് കിട്ടിയത്, എത്രയാണ് നമ്മൾ തിന്നത്, എത്രയാണ് നമ്മൾ അനുഭവിച്ചത് എന്നല്ല, എത്ര കിട്ടിയിരുന്നാലും ശരി, അതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സുണ്ടാവുക, അത് തഖ്വയിൽപ്പെട്ടതാകുന്നു എന്നാണ് അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. തഖ്വയുടെ പര്യായങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരെ കുറെ കാണാൻ സാധിക്കും. നമ്മളിത് എല്ലാവരും എല്ലാം അറിഞ്ഞ് അന്വേഷിച്ച് പഠിക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ തഖ്വ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതല്ലേ. അതുകൊണ്ട് നാം എല്ലാവരും മനസ്സിലാക്കണം, റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ആ കൽപ്പനകൾ എല്ലാം അനുവർത്തിക്കുന്ന ഒരു മാതൃകാ പുരുഷനായിക്കൊണ്ട് നമുക്ക് നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെയാകുന്നു മുത്തഖി എന്ന് പറയുന്നത്. അതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇംതിസാലു അവാമിർ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളുടെ പ്രതിരൂപമായിക്കൊണ്ട്, അതിന്റെ പ്രതിബിംബമായിക്കൊണ്ട് എന്തൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ, ശിരസാ വഹിക്കാൻ തയ്യാറായിട്ട് ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെയാണ് മുത്തഖി എന്ന് പറയുന്നത്. വജ്തിനാബുൽ മആസി, അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞു മാറി രക്ഷപ്പെട്ടു നിന്ന് പോകുന്നതിന് ഒരാൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെയും നമുക്ക് എന്താ പറയാം, ഒരു മുത്തഖി എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ തഖ്വ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ റബ്ബിനെ ഭയപ്പെടുന്ന ഒരു അവസ്ഥ. റബ്ബിഹി, റബ്ബിനെ ഭയപ്പാടുന്ന, എന്തിൽ നിന്നും റബ്ബിനെ എന്തിനേയും പേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻ ഗളബിഹി വസഖതിഹി വഇഖാബിഹി, റബ്ബിന്റെ ശിക്ഷയെ പറ്റി, റബ്ബിന്റെ കോപത്തെ സംബന്ധിച്ച്, റബ്ബിന്റെ ദേഷ്യവും, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്ത ആ ദേഷ്യവും, ഇതൊക്കെ പേടിച്ചുകൊണ്ട് ഒരു മനുഷ്യർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ അവനെയാണ് യഥാർത്ഥത്തിൽ മുത്തഖി എന്ന് പറയുന്നത്. തഖ്വ കാണാൻ സാധ്യമല്ല. താടിയുടെ നീട്ടം കൊണ്ടോ തലപ്പാവ് കൊണ്ടോ വർത്തമാനത്തിന്റെ ഭംഗി കൊണ്ടോ ഒന്നും ഒരാൾ മുത്തഖിയാണെന്ന് നിശ്ചയിക്കാൻ സാധ്യമല്ല. അത്തഖ്വ ഹഹുന, അത്തഖ്വ ഹഹുന, അത്തഖ്വ ഹഹുന. ഹൃദയത്തിലാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് തഖ്വയുള്ളത്. തഖ്വ അവിടെയാണ് കുടികൊള്ളുന്നത്. അത് പ്രവർത്തനത്തിലൂടെയും വാക്കിലൂടെയും പ്രത്യക്ഷമാകും. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കാൻ പോകുന്ന വലിയ ഒരു വിഹിതമാകുന്നു എന്ത്, സ്വർഗം എന്ന് പറയുന്നത്. അത് അവരുടെ ഭാഗ്യം. ഇന്നൽ മുത്തഖീൻ, തീർച്ചയായും സൂക്ഷ്മതയുള്ളവർ, തഖ്വയുള്ളവർ, ഫീ ജന്നാത്തിൻ വഉയൂൻ, അവർ സ്വർഗ പൂങ്കാവനങ്ങളിലായിരിക്കും, അവർ അരുവികളിലായിരിക്കും, അവർ അല്ലാഹുവിന്റെ മഹാഭാഗ്യം ലഭിച്ച ഭാഗ്യവാന്മാരായിരിക്കും. അവർക്ക് പേടിക്കേണ്ടെന്ന ആവശ്യമില്ല, അവർ വിഷമിക്കേണ്ടതില്ല. അവർ ഇവിടെ പേടിച്ചത് കൊണ്ട് അവർ അവിടെ പേടിക്കേണ്ടതില്ല. ഇവിടെ ഈ ദുനിയാവിൽ പേടിയില്ലാത്ത ആളുകളെല്ലാവരും അവിടെ ഒന്നും പേടിക്കേണ്ടി വരും. ഇവിടെ അള്ളാഹുവിനെ ഭയപ്പെട്ടവരാരുണ്ടോ അവർ തീർച്ചയായിട്ടും അവിടെ അപ്പുറത്ത് പേടിക്കേണ്ടതില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയെ പേടിക്കണം, ഭയപ്പെടണം ശരിക്ക്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ഗൈബിയായിട്ട് അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി, നമ്മ അള്ളാഹുവിനെ കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹുവിനെ പറ്റി നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കരീം, അവർക്കാണ് യഥാർത്ഥത്തിൽ മഗ്ഫിറത്ത് കിട്ടാൻ പോകുന്നത്, അവർക്കാകുന്നു വലിയ പ്രതിഫലം കിട്ടാൻ പോകുന്നത്, അവരാണ് സ്വർഗത്തിന്റെ അവകാശികളാകാൻ പോകുന്നത്. അതല്ലാതെ ഇവിടെ സന്തോഷം കൊണ്ട് തോന്നിയവാസികളായി അടിച്ചു പൊളിച്ച് തകർത്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം, സുഖം എന്ന് പറയുന്നത് ലഭിക്കാൻ പോകുന്നത് അവർക്കുള്ളതല്ല. ഇന്നൽ മുത്തഖീന, സൂക്ഷ്മത പാലിച്ചവർക്ക്. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വഴുക്കലുള്ള ഒരു പ്രതലത്തിലൂടെ, ഒരു തറയിലൂടെ ഇങ്ങനെ ടൈൽസ് ഒക്കെ ഇട്ട് അതിൽ എണ്ണ ഒഴിച്ച് അതിൽ ഗ്രീസ് ഒഴിച്ച് അത്രമാത്രം വഴുക്കുന്ന ഒരു സ്ഥലത്ത് കൂടി നടന്നു പോകുമ്പോ ആ നടത്തത്തിൽ എത്ര സൂക്ഷ്മത നമ്മൾ പാലിക്കും. തെന്നി വീഴാതിരിക്കാൻ, തെന്നിപ്പോകാതിരിക്കാൻ, നമ്മുടെ വെളുത്ത വസ്ത്രത്തിൽ അഴുക്ക് വീഴാതിരിക്കാൻ നമ്മൾ എത്ര ശ്രദ്ധിക്കും. ഓരോ കാൽപാദങ്ങൾ എടുത്തു വെക്കുമ്പോഴും നമ്മൾ കാണിക്കുന്ന ശ്രദ്ധയും സൂക്ഷ്മതയും, അതിനാണ് എന്ത് പറയുന്നത്, നമുക്ക് മലയാളത്തിൽ നമുക്ക് അങ്ങനെ ഒന്ന് തർജ്ജമ ചെയ്യാം. അത്ര സൂക്ഷ്മത, അത്ര ശ്രദ്ധ. ഒരു തരി പോലും അഴുക്ക് എൻ്റെ വസ്ത്രത്തിൽ പുരളാൻ പാടില്ല. ഒരു കാരണവശാലും ഞാൻ ഒന്ന് തെന്നാൻ പാടില്ല, വഴുക്കാൻ പാടില്ല, വഴുതി വീഴാൻ പാടില്ല എന്ന അത്ര ശ്രദ്ധ ജീവിതത്തിലെ ഹറാമുകളും ഹലാലുകളും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടായി തീർന്നു കഴിഞ്ഞാൽ അവൻ സൂക്ഷ്മതയുള്ളവനാണ് എന്ന് പറയാൻ സാധിക്കും. അതാണ് നമുക്ക് ഉണ്ടായിത്തീരേണ്ടത്. ആ ഉണ്ടാകുന്ന സ്വഭാവത്തെ സംബന്ധിച്ചാണ് മുത്തഖി എന്ന് പറയുന്നത്. ആ മുത്തഖി ആയിത്തീരണം ഞാനും നിങ്ങളും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും മുത്തഖികളാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കഹ അൻത വലിയുഹ വ മൗലാഹ. അള്ളാഹുവേ, എന്റെ നഫ്സിന്, എന്റെ ശരീരത്തിന്, എന്റെ മനസ്സിന് നീ തഖ്വ നൽകണമേ. വസക്കിഹ, എന്നിട്ട് അതിനെ നീ സംസ്കരിക്കണമേ. അൻത ഖൈറു മൻ സക്കഹ,
നീയാകുന്നു അങ്ങനെ സംസ്കരിക്കുന്നവരിൽ ഏറ്റവും ഗുണകരമായ നന്മ നിറഞ്ഞവൻ. അന്ത മൗലാഹ, നീയാണ് ആ മനസ്സിന്റെ ഉടമസ്ഥൻ. അന്ത മൗലാഹ അള്ളാഹുവെ നീയാകുന്നു അതിന്റെ ഉടമസ്ഥൻ, രക്ഷാധികാരി, അതിന്റെ എല്ലാ നിലയിലും അതിനെ നന്നാക്കാൻ നിനക്കേ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് പഠിച്ചമ്പുരാനെ നീ എന്നെ സഹായിക്കണമേ ഇക്കാര്യത്തിൽ നിന്ന് സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും തഖ്വയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. തഖ്വയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി നാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്നിട്ട് ആ അടുത്ത വചനത്തിൽ അള്ളാഹു പറയുന്നത് ആഹിദീന. അഹദ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എടുത്തു. എടുത്തു എന്ന് പറഞ്ഞാൽ എടുത്തു കൊടുത്തു എന്നൊക്കെ പറയില്ലേ, ആഹിദീന മാ ആതാഹും റബ്ബുഹും. അവരുടെ റബ്ബ് അവർക്ക് അള്ളാഹു കൊടുത്തതിനെ അവർ എടുത്തിരിക്കുന്നു, അഥവാ അവരെന്ത് ചെയ്തിരിക്കുന്നു, അങ്ങനെ അവരത് ഏറ്റെടുത്തിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് കുറെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ മുഹ്സിനായ മുത്തഖയായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും പുണ്യം ചെയ്യുന്നവനാണ്. അവൻ സ്വയം പുണ്യം ചെയ്യും, മറ്റുള്ളവർക്ക് പുണ്യം ചെയ്യും, അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് മുത്തഖി എന്ന് പറഞ്ഞാൽ, മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ഉള്ളത്. അവന് നാളെ പരലോകത്ത് പടച്ച തമ്പുരാൻ കൊടുക്കുന്ന ആ മുൻഇമൂന ഫീ ജന്നാത്ത്, സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളും അനുഭൂതികളെയും സ്വീകരിക്കുന്നവനായിരിക്കും എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. വേറെ ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് ആഹിദീന മാതാഹും എന്ന് പറഞ്ഞാൽ ആമിലൂന, അവർ പ്രവർത്തിക്കുന്നവരായിരിക്കും, അഥവാ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിരോധങ്ങളെയും സ്വീകരിച്ചു, എന്നിട്ട് അതനുസരിച്ച് പാലിക്കുന്നതിന് വേണ്ടി തയ്യാറായി. അതാണ് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്തിന്? അവാമിർ വനവാഹി, അഥവാ ദുനിയാവിൽ വെച്ചുകൊണ്ട് അവർ ചെയ്ത പ്രവൃത്തി. ദുനിയാവിൽ അവരെന്തൊക്കെ ചെയ്തു? അവര് കൽപ്പനകളെ നിറവേറ്റി, നിരോധങ്ങളെ പുറന്തള്ളി, എന്നിട്ട് പടച്ച തമ്പുരാനെ സൂക്ഷിച്ചു. അതുകൊണ്ട് ഇന്നഹും കാനു ഖബല ദാലിക മുഹ്സിനീൻ, അതുകൊണ്ട് അവരെന്തായി തീർന്നു? മുമ്പ്, അഥവാ ഒരു സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് അവര് ദുനിയാവിൽ വെച്ചിട്ട് തന്നെ മുഹ്സിനുകളായിരുന്നു. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുത്തഖയുടെ കുറച്ചും കൂടി ഉന്നതമായ ഒരു പദവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മുഹ്സിൻ എന്ന് പറയുന്നത്. അഥവാ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിച്ച് സൂക്ഷിച്ച് ജീവിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ച് മുസ്ലിം എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ മുഅ്മിൻ എന്ന് കുറച്ചുകൂടി പറയുമ്പോൾ അയാൾ അതൊക്കെ നന്നായിട്ട് അടിയുറച്ച് മനസ്സിലാക്കി അള്ളാഹുവിന്റെ സ്വന്തം കണ്ണിന്റെ മുന്നിൽ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്തു. അള്ളാഹുവിന്റെ മലക്കുകൾ അവന്റെ തോളിൽ ഇരുന്നു കൊണ്ട് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്, അത് അവന്റെ പ്രവർത്തനങ്ങളെ ശരിക്ക് റെക്കോർഡ് ചെയ്യുന്നത് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വിചാരത്തോടു കൂടിയിട്ട് അമൽ ചെയ്തു. അതുപോലെ തന്നെ നാളെ പരലോകത്ത് പടച്ച തമ്പുരാന്റെ മുന്നില് ചെന്ന് നിന്ന് സമാധാനം പറയേണ്ടി വരുന്ന സ്ഥിതിവിശേഷത്തെ കണ്ണിന്റെ മുന്നിൽ കണ്ടുകൊണ്ട് പടച്ചവന്റെ മുന്നിൽ നിന്ന് നമസ്കരിച്ചു, ദാനം ചെയ്തു, ധർമ്മം കൊടുത്തു, എല്ലാം ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അള്ളാഹ് നിന്നെ കാണുന്നുണ്ട് എന്നൊരൊറ്റ വിചാരം. അതുപോലെ തന്നെ അള്ളാഹ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അള്ളാഹ് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അള്ളാഹ് ഇങ്ങനെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യൻ സൽക്കർമ്മങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ച് ചെയ്യുകയാണ്. നിനക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റുന്നില്ല, എങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നൊരു വിചാരം. സുബ്ഹാനല്ലാഹ്. അതിനെയാണ് എന്ത് പറയുന്നത്? യഥാർത്ഥത്തിലുള്ള ഇഹ്സാൻ എന്ന് പറയുന്നത്. അപ്പൊ മുഹ്സിനായ ഒരു മനുഷ്യൻ അവൻ ഷഹാദത്ത് കലിമ ചൊല്ലി നമസ്കരിക്കുന്നു, കൃത്യമായിട്ട് നോമ്പ് പിടിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതിലുപരിയായിട്ട് പിന്നെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവന്റെ ഈമാൻ കാര്യങ്ങൾ പറഞ്ഞ 6 കാര്യങ്ങളുണ്ട്. വഹദാനിയത്തിനെ കണ്ട് അള്ളാഹുവിനെ ഇങ്ങനെ കൺമുന്നിൽ കാണുന്നത് പോലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞാൻ സഹായം തേടും, നിന്നോട് മാത്രം ഞാൻ ചോദിക്കും. സഹായം തേടുന്നതും ചോദിക്കുന്നതും ഇബാദത്ത് ചെയ്യുന്നു നിന്നെ മാത്രം. അപ്പൊ ആ അള്ളാഹു എപ്പോഴുണ്ട്? എപ്പോഴും അള്ളാഹു അവന്റെ കൂടെയുണ്ട്. മഅയ്യത്ത് എന്ന് പറയും. അള്ളാഹു ഒരു മനുഷ്യന്റെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ, എപ്പോഴും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയുമില്ല, ഒരു വിഷമവും ഇല്ല. അള്ളാഹ് ഇരിയത്തുണ്ടല്ലോ, പിന്നെ എന്തിനാണ് പേടിക്കുന്നത് എന്നൊരു വിചാരം. അവന് പേടി ദുനിയാവില് എന്താണ്? അള്ളാഹുവിന്റെ സാമീപ്യം കൊണ്ട് ഇല്ലാതായി തീർന്നിരിക്കുന്നു. പിന്നെന്താണ്? എന്തിനാണ് പേടി?
പഠിച്ചവനെ അബദ്ധങ്ങാനും സംഭവിക്കുവോ, കുറ്റം സംഭവിക്കുവോ, തെറ്റ് സംഭവിക്കുമോ എന്നൊരു ഭയപ്പാട് ഉള്ളിലുണ്ട്. അതല്ലാത്തടത്തോളം ദുനിയവിയായ ഒരു കാര്യത്തിനും അള്ളാഹുവിന്റെ സഹായം ഇല്ലാതിരിക്കുകയില്ല എന്നൊരു ഭയപ്പാടില്ല. അങ്ങനെ ഭയമില്ലാത്ത നിലയിൽ സമാധാനത്തോടു കൂടിയിട്ട് ഒരാള് ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവനെയാണ് എന്ത് പറയുന്നത്? മുഹസിൻ. പിന്നെ വേറൊരു ഗുണം കൂടിയുണ്ട്. ആ ഗുണം എന്താ വെച്ചാൽ അയാൾക്ക് കിട്ടിയത് മുഴുവൻ ബാക്കിയുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. സുഹൃതവാൻ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നവൻ. എന്താണോ എനിക്ക് കിട്ടിയത് അത് ലോകർക്ക് മുഴുവൻ കിട്ടട്ടെ. ലായു മീൻ വാഹിദുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കും മുഅ്മിനാവുകയില്ല, ഈമാൻ പൂർത്തിയാവൂല. എങ്ങനെയല്ലാതെ? ഹത്താ യുഹിബ്ബു അഖീഹി മാ യുഹിബ്ബു ലിനഫ്സി. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കിട്ടാൻ, അതൊക്കെ തന്നെ ബാക്കിയുള്ള ആളുകൾക്കും കിട്ടട്ടെ എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവുകയില്ല എന്നാണ്. അപ്പൊ ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആ നിർവചനം നമ്മൾ പഠിക്കണം. മൻ തഅബുദുല്ലാഹ കഅന്നക തറാഹു വ ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ കാണുന്നു എന്ന പോലെ നീ ആരാധിക്കുക. അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. ഈ ഒരു വിചാരം നമുക്ക് ഉണ്ടാക്കണം എപ്പോഴും. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ തഖ്വ ഉണ്ടായി തീരും. ആ തഖ്വ ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉടനെ തന്നെ നമുക്ക് കിട്ടിയത് മുഴുവൻ വേറെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യും. ഇതാണ് അള്ളാഹുവിനോട് നമുക്കുള്ള ബാധ്യത. ഈ ബാധ്യത എങ്ങനെ നിറവേറ്റുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ആണ് അള്ളാഹു അടുത്ത ആയത്തിൽ പഠിപ്പിക്കുന്നത്. അത് നമുക്ക് ഉണ്ടാവണം എല്ലാവർക്കും. ഇന്നു മുതൽ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കണം. ഒരു നല്ല കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാം എന്ന ഒരു പ്രതിജ്ഞയാണ് വാസ്തവത്തിൽ നമ്മളെ ഖുറാനിന്റെ പഠിതാക്കളാക്കി തീർക്കുന്നത്. എന്താണ് ആ പ്രതിജ്ഞ എന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനും അല്ലെങ്കിൽ സച്ചരിതരും ഉന്നതരുമായ ആളുകൾക്ക് പ്രത്യേകം നിശ്ചയിച്ചിട്ടുള്ള ഒരു ഇബാദത്താണത്. വളരെ മുഅക്കദത്തായ, വളരെ പ്രബലമായ ഒരു സുന്നത്താണത്. ഫർളല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഏത് സ്വർഗ്ഗമാണ് വേണ്ടത് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതി വാങ്ങാനുള്ള ഒരു കാലി ചെക്കാണ് അള്ളാഹു തരാൻ പോകുന്നത്. ആ ചെക്ക് ദേ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് എഴുതിയെടുക്കാം നിങ്ങൾക്ക് ഏത് സ്വർഗം വേണം എന്ന്. നിങ്ങൾ ഏത് സ്വർഗമാണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എഴുതിയെടുക്കാം സ്വന്തമായിട്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ചെക്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, അഥവാ നിങ്ങളുടെ പ്രവർത്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, കാനൂ, ആ സ്വർഗത്തിൽ പ്രവേശിച്ച് അരുവികളിൽ കഴിഞ്ഞ് അള്ളാഹുവിന്റെ സുഖസൗകര്യങ്ങളെയും അനുഗ്രഹങ്ങളെയും സ്വീകരിക്കുന്ന ആളുകൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഖലീലൻ മിനൽ ലൈലി യഹ്ജഊൻ. രാത്രിയുടെ കുറച്ചു നേരെ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. രാത്രി എന്ന് പറഞ്ഞാൽ ഫജഅൽനാ നൗമക്കും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൻ നഹാറ മാശാ എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്. രാത്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറങ്ങാനും വിശ്രമിക്കാനും നിങ്ങൾക്ക് എല്ലാം മറക്കാനും ഒക്കെ സുഖനിദ്രയ്ക്ക് പറ്റി അള്ളാഹു തന്നിട്ടുള്ളതാണ്. പക്ഷേ സ്വർഗത്തിലല്ലേ പോകേണ്ടത്, വലിയ പദവിയല്ലേ കിട്ടേണ്ടത്. അങ്ങനെ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? അത്ര മുഴുവൻ അങ്ങോട്ട് ഉറങ്ങിയാൽ പോരാ. നിങ്ങൾ കുറച്ച് ഖലീലൻ മിനൽ ലൈലി യഹ്ജഊൻ, കുറച്ചേ ഉറങ്ങാൻ പാടുള്ളൂ. ആ രാത്രിയിൽ അവര് കുറച്ച് മാത്രമേ, അല്പം മാത്രമായിരുന്നു ഉറങ്ങിയിരുന്നത്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ആ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവരെന്ത് ചെയ്തിരുന്നു? ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു, പാപമോചനം തേടിയിരുന്നു. പഠിച്ചവന് ഞാൻ ചെയ്തത് പുറത്തു തരണമേ, എന്നെ കുറ്റക്കാരാക്കരുത്, അക്രമിയാക്കരുത്, തെറ്റുകാരനാക്കരുത്, പഠിച്ചവനെ നിനക്ക് വെറുപ്പുള്ളവരാക്കരുത്, എന്റെ പാവങ്ങളെ മുഴുവൻ കഴുകി ശുദ്ധമാക്കിയിട്ടായിരിക്കണം പഠിച്ചവനെ എന്നെ മരിപ്പിക്കേണ്ടത് എന്ന ഒരു ചോദ്യം. പഠിച്ചവനെ നരകത്തിൽ നിന്ന് ഞാൻ മോചനം തേടുന്നു, സ്വർഗം ഞാൻ ചോദിക്കുന്നു, പാപമോചനം തേടുന്നു, ഞാൻ നിന്നോട് പടച്ചമ്പുരാനെ തൗബ ചെല്ലുന്നു. ഇത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് യൻസിലു റബ്ബുനാ തബാറക വ തആല, നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇറങ്ങുന്നു ആകാശത്ത് നിന്ന്. കുല്ലു ലൈലത്തിൻ ഇല സമാഇ ദുനിയാ, എല്ലാ രാത്രികളിലും ആകാശത്തിന്റെ, ഭൂമിയുടെ തൊട്ടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഏത് സമയത്ത്? സുലുസയിൽ ലൈലിൽ ആഖിർ, ആ രാത്രിയുടെ 2 കഴിഞ്ഞതിന് ശേഷം ആ അവസാനത്തെ സുലുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങിയിട്ട് ചോദിക്കും, മൻ യദ്ഉനി ഫഅസ്തജീബു ലഹ്. ആരുണ്ട് ചോദിക്കാൻ? ഞാൻ അവർക്ക് കൊടുക്കാൻ പോവാണ്. ഞാൻ അവർക്ക് ചോദിച്ചത് കൊടുക്കാൻ പോവാണ്. ചോദിച്ചത് നൽകാൻ പോകുന്ന ഒരു സമയമാണത്. ആ സമയത്ത് എന്ത് വേണം? കിടന്നുറങ്ങരുത്. ആ സമയത്ത് എഴുന്നേൽക്കാൻ പറ്റണമെങ്കിൽ പിശാചിന്റെ ശർറുണ്ടാകാൻ പാടില്ല, സ്വന്തം നെഫ്സിന്റെ ഹവ ഉണ്ടാകാൻ പാടില്ല. അല്ല, അതിനു വേണ്ടിയിട്ട് ഉറക്കത്തിന്റെ ക്ഷീണവും ശരീരത്തിന്റെ തളർച്ച ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടൊന്ന് ഒരുങ്ങണം. അങ്ങനെ ചെയ്യുന്ന ആളുകൾ എന്ത് വേണം? തലേ ദിവസം രാത്രി, പകല്
കുറച്ചു നേരെങ്കിലും ഒന്ന് കെടുക്കണം. അങ്ങനത്തെ ആളുകൾക്ക് സുഖമായിട്ട് എഴുന്നേൽക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അള്ളാഹു ചോദിക്കുന്നു, മൻ യസ്തഗ്ഫിറുനി, ആരാണ് എന്നോട് പാപമോചനം തേടാനുള്ളത്? ഞാൻ അയാൾക്ക് പുറത്തു കൊടുക്കും ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് എഴുന്നേറ്റ് നിന്നിരുന്ന ആളുകളായിരുന്ന് അവര്. അങ്ങനെ ഒരാൾക്ക് എഴുന്നേറ്റ് നിൽക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടാൻ സാധിക്കാന്ന് പറഞ്ഞാൽ അത് റബ്ബിനോടുള്ള ബാധ്യത നിറവേറ്റലാണ്, റബ്ബിനോട് സ്നേഹം ഉണ്ടാക്കലാണ്, റബ്ബിനോട് അടുക്കലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ കാൽപാദത്തിൽ നീര് കെട്ടി വരുന്നത് വരെ റബ്ബിന്റെ അടുത്ത് നിന്നുകൊണ്ട് കണ്ണിന് കുളിർമയായ നിലയിൽ ദുആ ചെയ്യാറുണ്ടായിരുന്നു, നമസ്കരിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, അത് ഏറ്റവും ഉന്നതമായ ഒരു പദവിയിലേക്ക് സത്യവിശ്വാസികളെ ഉയർത്തുന്നതാകുന്നു തഹജ്ജുദ് നമസ്കാരം. സ്വർഗപ്രവേശനത്തിന്റെ കാരണമാകുന്നു തഹജ്ജുദ് നമസ്കാരം. റഹ്മത്തിന്റെയും അനുഗ്രഹത്തിന്റെയും എല്ലാവിധത്തിലുള്ള കരുണയുടെയും അവകാശികളായി തീരുന്നതിനും മുഹ്സിനുകളായി തീരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമാകുന്നു തഹജ്ജുദ് നമസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാർത്ഥത്തിൽ മനസ്സറിഞ്ഞ് എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് നമസ്കരിക്കുന്നവരാകുന്നു തഹജ്ജുദ് നമസ്കാരക്കാർ എന്ന് പറഞ്ഞാൽ. ഫർളിന് ശേഷം ഏറ്റവും അഫ്ളലായ നമസ്കാരം ബഅദൽ ഫരീള, അഫ്ളലുസ് സ്വലാത്ത് ബഅദൽ ഫരീളത്തി, ഫർളായ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായത് അതെന്താകുന്നു? ഖിയാമുൽ ലൈൽ, അതാകുന്നു ഈ പറഞ്ഞ രാത്രി നമസ്കാരം. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മളെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പൊറുക്കുന്നതിന്, നമ്മളെ തെറ്റുകളിൽ നിന്ന് തടയുന്നതിന് കാരണമാകുന്നു തഹജ്ജുദ് നമസ്കാരം. നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവി നൽകാൻ, ഒരു ഏറ്റവും നല്ല മുഅ്മിനാക്കാനുള്ള കാരണം, മുഖത്തിന് പ്രകാശം നൽകാനുള്ള കാരണം അത് തഹജ്ജുദ് നമസ്കാരമാകുന്നു. ആ നമസ്കാരം കൃത്യമായിട്ട് നമസ്കരിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനും അള്ളാഹുവായിട്ട് വിട്ടകന്നു പോകുന്നില്ല, അവൻ അടുത്തിരിക്കും. ഏത് സമയത്തും അവൻ ചോദിക്കുന്നത് മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അവന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് നിർവഹിക്കും. വേറൊന്നും ആവശ്യമില്ല. ഖുർബത്തും മിനല്ലാഹ്, അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പുണ്ടാക്കാനുള്ള ഒരു സൂത്രവഴിയാകുന്നു രാത്രി നമസ്കാരം. അതാണ് ഇവർ ചെയ്തിരുന്നത്. കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയുടെ ഒരിത്തിരി നേരം അവർ എന്ത് ചെയ്യുള്ളൂ? കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആരും അറിയാതെ ഒറ്റക്ക് നിന്നുകൊണ്ട് അവർ നമസ്കരിക്കും. അപ്പോൾ മഹബ്ബത്തും മിനല്ലാഹ്, അള്ളാഹുവിന് അടുപ്പം മാത്രമല്ല, അള്ളാഹുവിന് സ്നേഹമുണ്ടാകും. അള്ളാഹു സന്തോഷിച്ചുകൊണ്ട് ആ മനുഷ്യനെ ഓർത്തുകൊണ്ട് ചിരിക്കും. അള്ളാഹു മലക്കുകളോട് ആ മനുഷ്യനെ സംബന്ധിച്ച് പറയും, അവന്റെ സ്വർഗത്തിന്റെ കവാടങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും വിശാലമാക്കും. ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പുകഴ്ത്തി പറഞ്ഞത് കാണാൻ സാധിക്കും. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, അവരവരുടെ രാത്രികളെ റബ്ബിന് വേണ്ടി രാപ്പാർക്കുന്നവരായിരുന്നു. എങ്ങനെ? സുജൂദ് ചെയ്തിട്ടും എഴുന്നേറ്റ് നിന്നിട്ടും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരായിരുന്നു. ആരും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. പകല് പള്ളിയിൽ നമസ്കരിക്കുന്നത് പോലെയോ മറ്റ് സുന്നത്ത് നമസ്കരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കമ്പനിയിലും ജോലി സ്ഥലത്ത് നമസ്കരിക്കുന്നത് പോലെയല്ല. തഹജ്ജുദ് നമസ്കാരം എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത സിലത്താണ്. സലാത്ത് എന്ന് പറഞ്ഞാൽ സില, സലാത്ത് നമസ്കാരം. സില എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു റിലേഷനാണ്, ബന്ധം. അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ് നമസ്കാരം. ആ ബന്ധം വിട്ടാൽ, നമസ്കാരം ഇല്ലാണ്ടായാൽ അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ വിട്ട്. അപ്പൊ അതുകൊണ്ട് ആ ബന്ധം കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യതയാകുന്നു. അഫ്ളലു സ്വലാത്ത് ബഅദൽ ഫരീള, ഫർളായ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും അഫ്ളലായത്. അതുകൊണ്ട് വമിനൽ ലൈലി ഫതഹജ്ജുദ് ബിഹി നാഫിലതൻ ലക് അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. നിങ്ങൾക്ക് അങ്ങനെ തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പദവി ഉണ്ടല്ലോ, മഖാമൻ മഹ്മൂദ്. മഖാമൻ മഹ്മൂദ് ആർക്ക് കിട്ടേണ്ടതാണ് ശരിക്കും? മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു, നബിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിട്ടാനുള്ള വലിയ പദവിയാണ് എന്ത്? മഖാമൻ മഹ്മൂദ്, സ്തുത്യർഹമായ ഒരു പദവി. ആ പദവി എല്ലാവർക്കും കിട്ടും. ആർക്ക് വേണമെങ്കിലും പ്രവാചകന്റെ ആ പദവി സ്വന്തം മേടിച്ചെടുക്കാം. ജീവിച്ചിരിക്കുമ്പോഴേ പറ്റുള്ളൂ. കബറിൽ ചെന്ന് കിടന്നു കഴിഞ്ഞാൽ പിന്നെ 2 റക്അത്ത് നിസ്കരിക്കാൻ വിചാരിച്ചാൽ സാധ്യാവൂല. അതുകൊണ്ട് ഉറങ്ങാതെ ഒരിത്തിരി നേരം എഴുന്നേറ്റ് നിന്ന് 2 റക്അത്തെങ്കിലും നമസ്കരിക്കുക. എന്നിട്ട് അവസാനം ഒറ്റയാക്കിക്കൊണ്ട് അതിന് 3 റക്അത്താക്കി വിത്റാക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്അലൂ ആഖിറ സലാത്തിക്കും വിത്ര. രാത്രി നിങ്ങൾ നിസ്കരിക്കുമ്പോഴേ രാത്രി അവസാന നമസ്കാരം നിങ്ങൾ ഒറ്റയാക്കണം. ഒറ്റ എന്ന് പറഞ്ഞാൽ ഒരു 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 ഗോപുരം പോലെ, ഒരു ട്രയാങ്കിൾ പോലെ. അത് ഒറ്റയായിരിക്കണം. എല്ലാം രണ്ട് റക്അത്ത്, 2 നിസ്കരിച്ചിട്ട് ഒറ്റ നമസ്കരിക്കാം, 4 നമസ്കരിച്ചിട്ട് 5 ആക്കാം, 6 നിസ്കരിച്ചിട്ട് 7 ആക്കാം, 8 നിസ്കരിച്ചിട്ട് 9 ആക്കാം, 10 നിസ്കരിച്ചിട്ട് 11 ആക്കാം.
12 നിസ്കരിച്ചിട്ട് 13 ആക്കണം, കുഴപ്പമില്ല. പക്ഷെ ഒറ്റയാക്കണം. അത് ഒറ്റയാക്കിയാൽ അവസാനിച്ച് ഖലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നിന്ന് നമസ്കരിക്കും. രാത്രിയിൽ നിന്ന് നമസ്കരിച്ച് സുബഹി ബാങ്ക് കൊടുക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഒറ്റയാക്കും. എന്ന് വെച്ചാൽ അവസാനം ഒറ്റയാക്കുക. അപ്പൊ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എഴുന്നേറ്റ് നിൽക്കുക, നമസ്കരിക്കുക. അത് തന്നെ ഒളു എടുക്കുക, എന്നിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് നമസ്കരിക്കുക. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമ്പോ പലപ്പോഴും ഓതിയിരുന്ന ഇത് ആദ്യം നമ്മളോട് പറഞ്ഞു പഠിപ്പിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഓതുക, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക ആദ്യം എളുപ്പത്തിന്. കാരണം ആദ്യം ചെന്നപ്പോ തന്നെ എന്നിട്ട് വലിയ വലിയ സൂറത്ത് ബക്കറ ഓതാനും യാസീൻ ഓതാനും നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മടുപ്പ് വരും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാമ അഹദുക്കും മിനൽ ലൈലി ഫൽയഫ്തഹ് സ്വലാത്തഹു ബിറകഅതൈനി ഖഫീഫതൈൻ. ആദ്യം നിസ്കരിക്കേണ്ടത് 2 റക്അത്ത് വളരെ എളുപ്പമുള്ള, അതായത് ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് കുറഞ്ഞ നിലക്ക് നമസ്കരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഉന്മേഷം കിട്ടും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ തന്നെ 3 തവണ മൂകിയില്ല, അപ്പൊ തന്നെ ശൈത്താൻ മൂക്കിന്ന് ഉറക്കത്തിന്റെ ആ മത്ത് പോയി കിട്ടും നമുക്ക് ഒതു കൊടുക്കുന്നതിന് മുമ്പ്. എന്നിട്ട് നിന്നിട്ട് 2 റക്അത്ത് ഖഫീഫായിട്ട് നമസ്കരിക്കുക. പിന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം, ഇഷ്ടം പോലെ. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ നമസ്കരിച്ച നമസ്കാരത്തിന്റെ എണ്ണം നമുക്ക് എല്ലാവർക്കും അറിയാലോ. മകാന റസൂലുള്ളാഹി യസീദു ഫീ റമളാൻ വലാ ഫീ ഗൈരിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലായിരുന്നാലും എല്ലാത്തപ്പോഴായിരുന്നാലും തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളായിരുന്നല്ലോ. അത് റമളാനിലോ റമളാനില്ലാത്ത സമയത്തോ വലാ ഫീ ഗൈരിഹി അലാ 11 റക്അത്ത്, 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി 13 റക്അത്ത് നമസ്കരിച്ചു, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തോ കൂട്ടിച്ചേർത്തുകൊണ്ട്, ഓക്കെ, എന്നാൽ 13 റക്അത്ത് നമുക്ക് നമസ്കരിക്കാം. പക്ഷെ നമ്മൾ നമസ്കരിക്കേണ്ടത് ഹൃദയ സാന്നിധ്യത്തോടുകൂടി, ഹൃദയശുദ്ധിയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി, അള്ളാഹുവിനോട് നേർക്ക് നേരെയുള്ള ആ നിൽപ്പ് നമ്മൾ ഓർത്തുകൊണ്ടായിരിക്കണം നമുക്ക് നമസ്കരിക്കേണ്ടത്. ഈ നമസ്കാരത്തിനെ പറ്റിയിട്ട് വളരെ പ്രധാനമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് റസൂലുള്ളാഹിയുടെ സ്ഥാനം കിട്ടണം എന്നാണ് റസൂലുള്ളാഹി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലൈക്കും ബിഖിയാമിൽ ലൈൽ. അതൊരു കൽപ്പനയാണ്. അലൈക്കും എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നിങ്ങൾക്ക് നിർബന്ധമാണ് എന്നുള്ള നിൽക്കണം, സൂക്ഷിക്കണം, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അലൈക്കും ബിഖിയാമിൽ ലൈൽ. ഖിയാമിൽ ലൈലിനെ നിങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അത് ചെയ്തു പോരേണ്ടതാകുന്നു. ഫഇന്നഹു ദഅബു സ്വാലിഹീൻ. സാലിഹികള് അവര് പതിവാക്കിയിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണത്. അത് അവര് ആ വിധത്തിലാണ് അവര് ഉത്സാഹം കാണിച്ചിരുന്നത്, അത് നടപടിയായിക്കൊണ്ട് നിലനിർത്തുന്നതിന് വേണ്ടി. സാലിഹികൾ, നമ്മളൊക്കെ സാലിഹിങ്ങളുടെ കൂട്ടത്തിലാവണം എന്ന് ആഗ്രഹിക്കുന്നു, നമ്മൾ സലഫുകളെ കൂട്ടത്തിൽ ആകണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാ ആകണമെങ്കിൽ ഇത് വേണം. ഇത് ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ കൂട്ടത്തിലാകാം. ഇത് ചെയ്യാതെ വെറുതെ ഇങ്ങനെ ആഗ്രഹിച്ച് മെമ്പർഷിപ്പ് എടുത്ത് 10 റിയാലിന്റെ മെമ്പർഷിപ്പ് കൊടുത്താൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആവൂല. 10 റിയാലിന്റെ മെമ്പർഷിപ്പ് കൊടുത്താൽ ഇസ്ലാഹും ആവൂല, മുസ്ലിഹും ആവൂല, സലഫി ആവൂല. അതിനെന്ത് വേണം? എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കണം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നിട്ട് നിസ്കരിക്കുക. അലൈക്കും ബിഖിയാമിൽ ലൈൽ. നിങ്ങൾ എണീക്ക്, എന്നിട്ട് നിസ്കരിക്കുക. ഫഇന്നഹു ദഅബു സാലിഹീൻ. അതാണ് സാലിഹ്യങ്ങൾക്ക് ഏറ്റവും ഉത്സാഹം ഉണ്ടായിരുന്ന കാര്യമാണ് അത്. ആ നേരത്ത് നിങ്ങൾ മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങണ് സുഖിച്ചിട്ട്, എന്നിട്ട് പറയണ് നിങ്ങളെല്ലാവർക്കും നിങ്ങൾക്ക് സാലിഹാകണം, നിങ്ങൾക്ക് സലഫി ആകണം, നിങ്ങൾക്ക് യഥാർത്ഥ അഹ്ലുസുന്നത്ത് ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊരു ചില മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മാർഗങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വഖുർബത്തുൻ ഇലല്ലാഹ്. ഒന്ന് സലഫായി തീരും, സാലിഹായി തീരും നിങ്ങൾ. രണ്ടാമത്തേത് അള്ളാഹുമായിട്ട് നിങ്ങൾക്ക് അടുപ്പമുണ്ടാകും. നിങ്ങൾക്ക് ലോകത്ത് ആരായിട്ട് അടുപ്പുണ്ടായിട്ടും കാര്യമില്ല, അള്ളാഹുമായിട്ട് അകൽച്ചയാണെങ്കിൽ. നിങ്ങൾക്ക് അള്ളാഹുമായിട്ട് അടുപ്പുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ആരകന്നു പോയാലും നിങ്ങൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അള്ളാഹുവിനെ അടുക്കണമെങ്കിൽ എന്ത് വേണം? ഉറക്കത്തിൽ നിന്ന് എണീക്കുക, എന്നിട്ട് നമസ്കരിക്കുക. 3, 5, 7, 9, 11 ഇഷ്ടമുള്ളത് പോലെ നമസ്കരിക്കുക, ഓരോരുത്തർക്കും പറ്റുന്ന വിധത്തിൽ. ഫജ്ർ ആയി കഴിഞ്ഞാൽ നിർത്തുക. വമുൻഹാത് അനിൽ ഇസ്. അതേപോലെ തന്നെ നിങ്ങളെ കുറ്റത്തിൽ നിന്ന് തടയുന്ന കാര്യമാകുന്നു മൂന്നാമത്തെ ശ്രേഷ്ഠത. വതക്ഫീറുൽ ലിസ്സയ്യിആത്ത്. പാപങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു തരാൻ ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിച്ചു വന്ന് കാത്തു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ നമസ്കരിക്കണം. അഞ്ചാമതായിക്കൊണ്ട് വമുത്തരിദത്തുൻ ലിദ്ദാഇ അനിൽ ജസദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാണ് ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ രോഗങ്ങളും വിഷമങ്ങളും ഒക്കെ തീർത്ത് അതിനൊക്കെ ആട്ടി ഓടിക്കും. ശരീരത്തിൽ ഒരു രോഗം ഉണ്ടാവില്ല, നല്ല ഒരു ക്ഷീണം ഉണ്ടാവില്ല, ഒരു വിഷമം ഉണ്ടാവില്ല. എത്ര വയസ്സായാലും ശരി, എത്ര കുനിഞ്ഞാലും, എത്ര പ്രയാസപ്പെട്ടാലും ശരി, നിങ്ങൾ നിന്ന് നിസ്കരിച്ച് നോക്ക്, ഒന്ന് തുടങ്ങി നോക്ക്.
തുടങ്ങി നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സുഖം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറൂല, മരിക്കുന്നത് വരെ മാറൂല. അത് നിങ്ങളുടെ കണ്ണിന് കുളിർമയായി തീരും, നിങ്ങൾക്ക് സമാധാനമായി തീരും. പക്ഷെ ഒരാളോടും പറയരുത്. അത് അള്ളാഹു നിങ്ങളും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അപ്പൊ അള്ളാഹു നിങ്ങളായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് ഇവിടെ പറഞ്ഞത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതിന് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ. ഇനി 2-3 കാര്യങ്ങളും കൂടി പറയാണ്. അതോടുകൂടി ഇൻഷാ അള്ളാഹ് നമുക്ക് ക്ലാസ് തീർക്കാൻ വേണം. പക്ഷെ വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത കാര്യം. വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. നിസ്കരിക്കാൻ ചെലവൊന്നുമില്ല, ആർക്കും പൈസ കൊടുക്കണ്ട, ഒതു കൊടുക്കാനും കാശ് വേണ്ട, എഴുതിക്കാനും പൈസ വേണ്ട, നമസ്കരിക്കാൻ ഒന്നിനും പൈസ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനോടുള്ള ബാധ്യത പോലെ തന്നെ നിങ്ങളുടെ സഹജീവികളോട്, നിങ്ങളുടെ ഉറ്റവരോട്, നിങ്ങളുടെ അടുത്തവരോട്, നിങ്ങളുടെ കുടുംബങ്ങളോട്, അയൽവാസികളോട്, ചോദിച്ചു വരുന്നവരോട്, കഷ്ടപ്പെടുന്നവരോട്, എല്ലാവരോടും നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യത അത് രണ്ടും കൂടി നിറവേറ്റുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വർഗാവകാശിയാവുന്നത്. അതെന്താണ്? വഫി അംവാലിഹിം. മാല് എന്ന് പറഞ്ഞാൽ സ്വത്ത്, അംവാല് സ്വത്തുക്കൾ. നിങ്ങളുടെ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ പല സ്വത്തുണ്ടാവും അല്ലെ, പല വിധത്തില് സ്വത്തുണ്ടാവും. അറിവുണ്ടാവും, സ്ഥാനമുണ്ടാവും, പദവി ഉണ്ടാവും, കൃഷി ഉണ്ടാവും, കച്ചവടം ഉണ്ടാവും, സ്വർണ്ണം ഉണ്ടാവും, വെള്ളി ഉണ്ടാവും, പല സ്വത്തുണ്ട് നമുക്ക്. ആ സ്വത്തിൽ എല്ലാറ്റിലും ആർക്കുണ്ട്? ഹഖ്ഖുൻ, ഹക്കുണ്ട്. ഹക്ക് എന്ന് പറഞ്ഞാൽ അത് എന്റെ ഹക്കാണ്, ഇത് ഇവന്റെ ഹക്കെന്ന് പറഞ്ഞില്ലേ നമ്മള്, അത് തന്നെ അതിന്റെ അർത്ഥം. ഒരാൾക്ക് അവകാശമുണ്ട്. നിങ്ങളുടെ ഔദാര്യമല്ല, അവകാശമുണ്ട്. ആർക്കാണ് അവകാശം? ലിസ്സാഇലി, ചോദിച്ചു വന്ന ആൾക്ക്. മാഷാ അല്ലാ, ചോദിച്ചു വന്ന ആൾക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് പറയുന്നത് എന്താണ്? അത് പാവപ്പെട്ടവർക്കും സാധുക്കൾക്കും ആ ധനത്തിൽ പങ്കുണ്ട്. കേവലം ആരാധന നടത്തി ഭയങ്കര താടിയും നീട്ടി തൊപ്പിയും വെച്ച് നിസ്കരിക്കുന്ന ആളായിട്ട് ഇങ്ങനെ നടക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഒരു പൈസയുടെ ചെലവില്ലല്ലോ, സുഖമായിട്ട് ഇങ്ങനെ പോകാല. നേരെ മറിച്ച് പോക്കറ്റിലുള്ള പൈസ എടുത്തിട്ട് വേറുള്ള ആൾക്ക് കൊടുക്കുമ്പോ അറിയാം അതിന്റെ പ്രയാസം. അവിടെയാണ് വിശ്വാസം കാണാൻ പോകുന്നത്. തിന്നാൻ വെച്ചത് സ്വന്തം തിന്നാതെ മറ്റുള്ള സഹോദരന് എടുത്തു കൊടുക്കുമ്പോൾ അപ്പൊ കാണാം വിശ്വാസം, അവിടെ കാണാം വിശ്വാസം. അപ്പൊ ആ വിശ്വാസം അവിടെയും കൂടി കാണണം. ഹക്കാണ് അത് ബാധ്യതയാകുന്നു. ആ ആർക്കാണ്? ലിസായിലി, ചോദിച്ചു വരുന്ന ആളുകൾക്ക്. ബുദ്ധിമുട്ടും ഞെരുക്കമുള്ളതോടൊപ്പം തന്നെ ചോദിക്കാൻ കഴിഞ്ഞ ആളുകളുണ്ട്, ചോദിക്കുന്നവരുണ്ട്. 2 തരത്തിലെ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ ചോദിക്കും, ഫക്കീർമാരൊക്കെ വന്നിട്ട് എന്തെങ്കിലും തരണം, വളരെ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണെന്ന് ചോദിക്കും. അതിനാണ് നമ്മൾ ഫക്കീർ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ചോദിക്കാത്ത ആളുകളുണ്ട്, മഹറൂമായ ആള്. അതായിരുന്നു മഹറൂം എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ ഒരുപക്ഷെ മടിയായിരിക്കും, അഭിമാനം സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ആരോഗ്യം സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സ് വരുന്നില്ല, ഒരു വിധത്തിലും അത് ചോദിക്കാൻ ഉള്ള ഒരു അവസ്ഥ അല്ല, ചോദിച്ചിട്ട് ശീലമില്ല. പക്ഷെ കഷ്ടപ്പാട് കൊണ്ട്, ഞെരുക്കം കൊണ്ട്, അങ്ങേയറ്റം പ്രയാസമുണ്ട്. അതിനാണ് മിസ്കീൻ എന്ന് പറയുന്നത്. ചില്ലറ കാശ് കൊണ്ട് അയാളുടെ കാര്യം നടക്കുകയില്ല. അയാളുടെ ജീവിതത്തിന്റെ നിലവാരം വളരെ ഉയർന്നതായതുകൊണ്ട്, ആ ജീവിത നിലവാരത്തിന് പറ്റിയ ഒരു വരുമാനം ഇല്ലാത്തത് കൊണ്ട്, അങ്ങനത്തെ ആളെയാണ് നമ്മൾ എന്ന് പറയുന്നത് മിസ്കീൻ എന്ന് പറയുന്നത്. അപ്പൊ മിസ്കീനാണ് മഹറൂം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചോദിക്കാൻ മുട്ടി നിൽക്കുന്നവൻ, ചോദിക്കാനുള്ള അവസരമില്ലാത്തവർ, അവർക്കും നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്, ചോദിച്ചു വരുന്നവർക്കും കൊടുക്കേണ്ടതുണ്ട്. അതായത് ഫക്കീറിനും മിസ്കീനും, ചോദിക്കുന്നവനും ചോദിക്കാത്തവർക്കും കണ്ടറിഞ്ഞുകൊണ്ട് അവകാശങ്ങൾ കൊടുത്തു വീട്ടേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാകുന്നു വാസ്തവത്തിൽ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി തീരുന്നത്. സഹോദരന്മാരെ, ചോദിച്ചു വരുന്ന ആളെന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള ആള് ചോദിക്കും. അപ്പോ ചോദിച്ചു വന്ന ആള്, അയാള് അങ്ങനൊന്നും അവകാശപ്പെട്ട ആളല്ല എന്ന് ഒരുപക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയേക്കാമെങ്കിലും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തില് ആര് ചോദിച്ചു വന്നാലും എന്തെങ്കിലും കൊടുക്കണം, ഭക്ഷണമെങ്കിലും കൊടുക്കണം, പാനീയം കൊടുക്കണം, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ല വർത്താനം പറഞ്ഞിട്ട് വിടണം. അതല്ലാതെ എന്താവാൻ പാടില്ല? അയാള് അതിന് അവകാശിയല്ല എന്ന് പറഞ്ഞിട്ട് ആട്ടിവിടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസായിലി ഹഖ്ഖുൻ ഫഇൻ ജാഅ അലാ ഫർസിൻ. കുതിരപ്പുറത്ത് കയറിയിട്ടാണ് ഒരാള് യാചിക്കാൻ വന്നത്, എന്നാലും ശരി കുതിരപ്പുറത്ത് കയറി വരാന്ന് പറഞ്ഞാൽ, കുതിര എന്ന് പറഞ്ഞാൽ ഒരു മെഴ്സിഡീസ് കാറിൽ കയറി വന്ന് എന്തിനു വേണ്ടിയിട്ട്? എന്തെങ്കിലും നമ്മളോട് കിട്ടണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അയാൾ അങ്ങനല്ലേ വന്നത്? അയാൾ അതൊക്കെ ഉള്ളതല്ലേ, അയാൾക്ക് ബംഗ്ലാവ് ഉണ്ട്, വീടുണ്ട്, അയാൾക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, പലതൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയും. പക്ഷേ എന്തെങ്കിലും ചോദിക്കാന്ന് പറയുന്ന ഒരു കാര്യം വളരെ നാണം കെട്ടൊരു കാര്യമാണ്. അതിനുവേണ്ടി ഒരാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കൃത്യമായ കാരണം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അയാൾ ചോദിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട്
നമ്മളുടെ ബാധ്യത നമ്മൾ നിറവേറ്റാൻ നിർബന്ധിതരാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, അപ്പോ അള്ളാഹുവിനോടുള്ള ബാധ്യത നമ്മൾ നിറവേറ്റണം. പിന്നെ അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അടിമകളോട് ഉള്ള ആ ബാധ്യതയും നമ്മൾ നിറവേറ്റേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ സാരം. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മിസ്കീൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ യാചിച്ച് നടക്കുന്നവനും ഒരു പിടിയോ രണ്ട് പിടിയോ ഒരു കാരക്കയോ രണ്ട് കാരക്കയോ കൊടുത്ത് മടക്കി വിടുന്നവനല്ല. അത് ഫക്കീറിന് വേണമെങ്കിൽ. മിസ്കീൻ എന്നാൽ പരാശ്രയം വേണ്ടാതിരിക്കത്തക്ക ധനമില്ലാതെയും തനിക്ക് ധർമ്മം കിട്ടത്തക്കവണ്ണം എന്റെ സ്ഥിതി മറ്റുള്ളവർക്ക് അറിയപ്പെടാതെയും ഇരിക്കുന്നവനാകുന്നു. സ്വന്തം കാര്യങ്ങളുണ്ട്, അത് വലിച്ചു മുറുക്കി ഉടുത്ത് നന്നായി അലക്കി തേച്ച് വസ്ത്രം ധരിച്ച് ആളുകളുടെ മുന്നിൽ ഇങ്ങനെ അവതരിച്ചു വരുമ്പോ ആളുകൾക്ക് തോന്നും ഇയാളൊക്കെ എല്ലാം കൊണ്ടും തികഞ്ഞവനാണെന്ന്. പക്ഷേ ഇയാളുടെ ഉള്ളു തുറന്നു നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ പട്ടിണിയായിരിക്കും, പ്രയാസങ്ങളും ദുരിതവുമായിരിക്കും. അങ്ങനെയുള്ളവരാണ് എന്ത് പറയുന്നത്? മഹറൂം അഥവാ മിസ്കീൻ എന്ന് പറഞ്ഞത്. ഈ വകക്കാരെ മനസ്സിലാക്കണം, അവർക്ക് ആശ്വാസം നൽകണം. അത് വളരെ പ്രധാനപ്പെട്ട പുണ്യമാണ് എന്ന് പറയേണ്ടതില്ല. ഉത്തരവാദിത്തപ്പെട്ടവരുടെയും കഴിവുള്ളവരുടെയും കടമ കൂടിയാകുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെ പറ്റി പറഞ്ഞ ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് അടുത്ത ആയത്തിലേക്ക് കടക്കണം. എന്താണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്? സത്യവിശ്വാസികളെ, പ്രവാചകൻ മദീനയിലേക്ക് ചെന്നപ്പോൾ ഒരു ആഹ്വാനം എന്ന നിലയിൽ പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അഫ്ശു സലാം, അത്ഇമു തആം, വസിലുൽ അർഹാം, വസല്ലു വന്നാസ് നിയാം, ഇദ്ഖുലുൽ ജന്നത സാലിമീൻ. രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞേ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യോ. എന്താണ്? ഒന്ന്, അഫ്ശു സലാം, അലാമെന്തായാലും എന്തായാലും, അറിയണവർക്ക് അറിയാത്തവർക്ക് എല്ലാവർക്കും സലാം പറയാം. ഇതിനെക്കാട്ടും നല്ലൊരു പുണ്യം, ഇത്രക്കാരും നല്ലൊരു വിശാല മനസ്ഥിതി. അതായത് നമ്മളെ ആളിന്, അത് നമ്മളെ കുടുംബക്കാരനാണ്, നമ്മളെ പാർട്ടിക്കാരനാണ്, നമ്മളെ ഗ്രൂപ്പുകാരനാണ്, അത് നമ്മളെ നാട്ടുകാരനാണ്. ഇമാതിരി വകഭേദങ്ങളില്ലാതെ കണ്ടവർക്കും കേട്ടവർക്കും പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും അഫ്ശു സലാം, സലാം ഇങ്ങോട്ട് പരത്ത എല്ലാവർക്കും പറയാം. അതൊരു നല്ല മനസ്സുള്ള ഒരാൾക്ക് മാത്രം സാധ്യമാവുന്ന കാര്യമാണ്. എല്ലാവർക്കും പറ്റുന്ന പണിയല്ല അത്. അതുണ്ടോ നമുക്ക് എന്ന് നമ്മൾ നോക്കണം. ഭക്ഷണം കൊടുക്കുക. ആർക്ക്? അലാമെന്തായാലും അല്ലെന്തായാലും, അറിയണവർക്കും അറിയാത്തവർക്കും ഭക്ഷണം കൊടുക്കുക. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക എന്ന് വെച്ചാൽ ചോദിച്ചു വരുന്ന ആളുകൾ ഉണ്ടാവും, ചോദിക്കാതെ വരുന്ന നടന്നു പോയവരുണ്ടാവും, വീട്ടിൽ അവിചാരിതമായിട്ട് വന്ന് കയറിയവരുണ്ടാവും, പുറത്തുള്ള അയൽവാസി ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഒരിത്തിരി വെള്ളം കൂട്ടിയിട്ടായിരുന്നാലും അയൽവക്കത്തുള്ള ആൾക്കും കൂടി കൊടുക്ക്, അയാളും അറിയട്ടെ ടേസ്റ്റ്. ഓക്കെ, ഇങ്ങനെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ ഒരു മനസ്ഥിതി ഉണ്ടായി കഴിഞ്ഞാൽ അതാകുന്നു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടിയാറുകളോടുള്ള രണ്ടാമത്തെ ബാധ്യത. പിന്നെ വസലുൽ അർഹാം, എല്ലാ കുടുംബ ബന്ധങ്ങളും ചേർക്കുക. നമ്മുടെ കസിനുകൾ, കസിന്റെ കസിൻ, അടുത്ത കസിൻ, കുടുംബ ബന്ധങ്ങൾ, ഉമ്മ ബന്ധപ്പെട്ടവർ, വാപ്പ ബന്ധപ്പെട്ടവർ, വിവാഹം ചെയ്തവര്, എല്ലാ വിധത്തിലും ബന്ധങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടോ ആ ബന്ധങ്ങളൊക്കെ എടുത്തു പറയുകയും അത് പുകഴ്ത്തുകയും പറഞ്ഞ് ബന്ധപ്പെടുകയും സ്നേഹിതന്മാരായി വിറ്റവരായിട്ട് അടുക്കുകയും പറയുകയും ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ കുടുംബ ബന്ധം കാണട്ടെ വർത്തമാനത്തിലൂടെ. വസലുൽ അർഹാം. എന്നിട്ട് ഇത് മൂന്നാണ് മനുഷ്യന്മാരോട് നിങ്ങളുടെ ബാധ്യത. അള്ളാഹുവിനോട് ഒരു ബാധ്യത. വസല്ലു, നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കുക. വസല്ലു, നിങ്ങൾ നമസ്കരിക്കുക. വന്നാസിനിയാം, ആളുകളൊക്കെ കിടന്നുറങ്ങണ നേരത്ത്. നാസ് എന്ന് പറഞ്ഞ ആരിന്? അത് നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ആളുകളല്ല, ഇപ്പൊ സ്വർഗത്തിന്റെ അവകാശികളെ പോലെയല്ല. സ്വർഗത്തിന്റെ അവകാശികൾ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം, 1000 ആളുകളെ വിചാരണയ്ക്ക് കൊണ്ടുവരുമ്പോൾ അതിലൊരാൾ സ്വർഗാവകാശിയാകുന്നു. 999 പേര് അവര് അതിന്റെ നേർക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള അവകാശികൾ അല്ലാതെ ആയിത്തീരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വർഗാവകാശികളുടെയും നരകാവകാശികളുടെയും പ്രൊപ്പോർഷണൽ റേഷ്യോ പഠിപ്പിച്ച സമയത്ത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നാസ് എന്ന് പറഞ്ഞാൽ ഈ സാധാരണ മനുഷ്യന്മാര്, അവര് ഏതൊക്കെ വിധത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കണ്ടിരിക്കുന്നത് അള്ളാഹുവിനറിയാം. അള്ളാഹു എല്ലാവരെയും രക്ഷിക്കുമാറാകും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ഖുർആൻ കേട്ട് ഹദീസ് കേട്ട് എല്ലാം പഠിച്ച് നമസ്കരിച്ച് നോമ്പ് പിടിച്ച് സക്കാത്ത് കൊടുത്ത് ഒക്കെ ചെയ്യുന്ന ആളുകളല്ലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണ്ടേ. അതുകൊണ്ട് എല്ലാവരും കിടന്നുറങ്ങണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കുക, എന്നിട്ട് നിങ്ങൾ നമസ്കരിക്കുക. വസല്ലൂ, നിങ്ങൾ നമസ്കരിക്കുക. വന്നാസുനിയാം, എല്ലാ മനുഷ്യന്മാരും കിടന്നുറങ്ങുമ്പോൾ. അങ്ങനെയാണെങ്കിൽ സമാധാനായിട്ട് സ്വർഗത്തിൽ പോകും. ഒരു വിഷമം ഉണ്ടാവില്ല, ഒരു ബേജാറും ഉണ്ടാവില്ല. ഒരു വിധത്തിൽ ഒരാൾ പിടിച്ച് അവിടെ നിർത്തുകയില്ല, നിങ്ങളെ കഷ്ടപ്പെടുത്തൂല. അതുകൊണ്ട് അക്കാര്യം പറഞ്ഞു വെക്കണം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ആയത്ത് എന്ന നിലയിൽ ഈ ഒരു
4 ആയത്തുകൾ കൂടി അർത്ഥം പറഞ്ഞ് ഞാൻ പോവുകയാണ്. ഞാൻ അവസാനിപ്പിക്കും. 45-ന്, അതായത് 1 മണിക്കൂറാണുള്ള നമ്മളെ ക്ലാസ്സിന്റെ സമയം. ആ ക്ലാസ്സിന്റെ സമയത്ത് നമ്മൾ അവസാനിപ്പിക്കും. നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ടുന്ന 2, 3, 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒഫിൽ അർളി ആയാത്തുല്ലിൽ മൂക്കിനി. നല്ല വിശ്വാസമുള്ളവർക്ക് ഭൂമിയിൽ ഭയങ്കര ദൃഷ്ടാന്തമുണ്ട്. മാഷാ അല്ലാഹ്. ഭൂമി എന്ന് പറഞ്ഞാൽ വെറും മണ്ണും തരിയാണ്. മണ്ണും കല്ലും ചെളിയും വെള്ളം കൂടി കൂട്ടി കുഴച്ചൊരു സാധനം. പക്ഷെ അതൊരു മെഷീൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ നിന്ന് വരുന്ന മുളച്ചു വരുന്ന ചെടികളും പൂക്കളും കായ്കളും ഖനികളും, അതേപോലെ തന്നെ അത് തിന്ന് വളർന്നു വരുന്ന ജന്തുക്കളും മൃഗങ്ങളും മനുഷ്യരും നമ്മളൊക്കെ എന്താവുന്നു, കുറച്ച് നാളത്തേക്ക് ഇവിടെ ജീവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ മണ്ണിലേക്ക് തന്നെ പോയിട്ട് മണ്ണായി മാറുന്നു. മണ്ണിൽ നിന്ന് വരുന്നു, മണ്ണിലേക്ക് പോകുന്നു. മണ്ണ് എന്ന ചക്രം, ആ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഈ ഭൂമി എന്ന് പറഞ്ഞത്. ആ ഭൂമിനെ പറ്റി ആലോചിക്കുന്നവർക്ക് 1000 അത്ഭുതങ്ങളുണ്ട്. ഞാൻ 1-2 കാര്യങ്ങൾ പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഈ ഭൂമി ഇങ്ങനെ ചക്രം കറങ്ങുന്നത് പോലെ കറങ്ങണം. അതിശീഘ്രം ഒരു പ്ലേറ്റ് നമ്മൾ ചുഴറ്റി എറിയുമ്പോൾ എങ്ങനെയാണ്, ആ ചുഴറ്റലിൽ കിടന്നുള്ള കറക്കവും അത് കൂടാതെ എറിയുമ്പോൾ ഏറിന്റെ ആ പോക്കും, അത് രണ്ടും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് വാസ്തവത്തിൽ ഭൂമിയിൽ. പക്ഷേ നമ്മൾ ആ ഭൂമിയുടെ പുറത്ത് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുമ്പോ നമുക്ക് തല ഇറങ്ങണില്ലല്ലോ, നമുക്കൊരു പ്രയാസമില്ല. നമ്മൾ സുഖമായിട്ട് നടക്കല്ലേ. നമ്മൾ എന്തൊക്കെ ആക്രമണം ഇതിന്റെ മുകളിൽ നിന്നിട്ട് കാണിച്ചു കൂട്ടുന്നത്, എന്തൊക്കെ അതിക്രമങ്ങൾ ചെയ്യണത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിലൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ജഅലൽ അർള മിഹാദ, ഭൂമിനെ ഒരു തൊട്ടിൽ പോലെ ആക്കിയേക്കുന്നത്. നമ്മൾ എന്തൊരു സുഖമായിട്ടാണ് നടക്കുന്നത്. ഒരു 250, 100, 400 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന വണ്ടിയുടെ മുകളിൽ നമുക്ക് ഇതേപോലെ ഇരിക്കാൻ പറ്റും. 100,000 കിലോമീറ്റർ സ്പീഡിലാണ് വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ മുകളിൽ ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കുക. എങ്ങനെ? ഒരു എണ്ണക്കില്ലാത്തതുപോലെ. അതെന്താണ്? വഫിൽ അർളി, ഭൂമിയിൽ ആയാത്തുല്ലിൽ മൂഖിനീൻ, നല്ല അടിയുറച്ച വിശ്വാസമുള്ള ആളുകൾക്ക്. അടിയുറച്ച വിശ്വാസമുള്ളവർക്ക് ആലോചിക്കാൻ നേരമുള്ളൂ. അല്ലാത്തവർക്ക് എവിടെ ആലോചിക്കാൻ നേരം? മൊബൈലില് ആ മെസ്സേജ് നോക്കിയിട്ട് തീർക്കാൻ നേരണ്ട. എന്നിട്ടല്ലേ പിന്നെ ആലോചിക്കുന്നത്. നമുക്കത് ഒന്നിനും നേരമില്ലല്ലോ. നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നവരാവണം. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇനി അതൊക്കെ പോട്ടെ, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരം, മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്ന അത്ഭുതം, അത്ഭുതങ്ങളിൽ അത്ഭുതം. എത്രയോ സിസ്റ്റങ്ങൾ വർക്ക് ചെയ്യുന്നു, എത്രയോ മെഷീനുകൾ വർക്ക് ചെയ്യുന്നു. എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു വർക്ക് ചെയ്യിപ്പിക്കുന്നു. നിങ്ങളുടെ ശരീരം മാത്രമല്ല, ഏത് കാഫിറിന്റെ ശരീരവും ഏത് മസീഹിന്റെ ശരീരവും എല്ലാവരുടെ ശരീരവും അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അയാളെ അള്ളാഹുവിനനുസരിക്കുന്നില്ലെങ്കിലും അയാളുടെ ശരീരം അള്ളാഹുവിനെ അനുസരിച്ച് കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതിന് അതും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ശരീരത്തിന്റെ കിഡ്നി ഇല്ലാതാവുമ്പോൾ കിഡ്നിയുടെ വില അറിയും, കൈയില്ലാതാവുമ്പോൾ കൈയിന്റെ വില അറിയും, പല്ല് വേദന എടുക്കുമ്പോൾ പല്ലിന്റെ വേദന അറിയും, കണ്ണില്ലാതാവുമ്പോൾ കണ്ണിന്റെ വേദന അറിയും. ഇതൊക്കെ ഉള്ള സമയത്ത് ഒരു വിഷമം അറിയില്ല. സുഖമായിട്ട് ഇങ്ങനെ പോണ്. എങ്ങനെയുണ്ട്? ഇങ്ങനെ പോണ് എന്ന് മാത്രം പറയുന്നല്ലാണ്ട് അൽഹംദുലില്ലാ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് പഠിക്ക്. അൽഹംദുലില്ലാ എന്നൊന്ന് പറയാൻ ശീലിക്ക്. അങ്ങനെ ശീലിച്ചിട്ട് അള്ളാഹുവിനെ നിങ്ങളൊന്ന് അറിയേ. അതുകൊണ്ട് വഫീ അൻഫുസികും, നിങ്ങളെ നെഫ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് അതിശയങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾ പഠിക്കണം. മനുഷ്യൻ അവൻ ഒരു അത്ഭുതമാണ്. ഇനി ഇത് പറഞ്ഞു, വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, ആകാശത്ത് എന്തുണ്ട്? നിങ്ങൾക്കുള്ള റിസ്ക് ഉണ്ട്. ആകാശത്തിന് റിസ്ക് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആകാശത്ത് നിന്നാണ് ഈ റിസ്ക് വരുന്നത്. സത്യത്തില് എന്താ കാരണം? ഈ ഭൂമി ഇങ്ങനെ തന്നെ കിടന്നു കഴിഞ്ഞാൽ റിസ്ക് ഉണ്ടാവുമോ? ഇവിടെ ഏതെങ്കിലും ചെടി മുളക്കോ? ഇവിടെ ഏതെങ്കിലും ഉറവിന്ന് വെള്ളം കിട്ടോ? ഇവിടെ ഏതെങ്കിലും മൃഗത്തിന് കുടിക്കാൻ പറ്റുമോ? ഇവിടെ നമുക്ക് ജീവിക്കാൻ സാധിക്കോ? ഇല്ലല്ലോ. നമുക്ക് സസ്യങ്ങൾ ഉണ്ടാകണം, നമുക്ക് ചെടികൾ ഉണ്ടാവണം, പഴങ്ങൾ ഉണ്ടാവണം, ജന്തുക്കൾ ഉണ്ടാവണം, ജീവികൾ ഉണ്ടാവണം. എല്ലാവർക്കും ഉള്ള വെള്ളം അള്ളാഹു കടലിൽ നിന്ന് നീരാവിയാക്കി ശുദ്ധീകരിച്ച് ഉയർത്തി ഇങ്ങനെ എന്താക്കി. ഇവിടെ നമ്മൾ ഈ അധ്യായം പഠിക്കുന്നത് തന്നെ അങ്ങനെ തന്നെയാണ് അല്ലെ? അധ്യായം ആരംഭിക്കുന്നത് തന്നെ വദാരിയാതി ദർവ, കാറ്റടിച്ച് വീശി കണ്ടെയ്നർ വെള്ളമാക്കിയിട്ട് നമ്മുടെ പറമ്പിന്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് മഴ പെയ്യിപ്പിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് തരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കുടിക്കുന്നു, എടുക്കുന്നു, ഉപയോഗിക്കുന്നു, എല്ലാം ചെയ്യുന്നു. വഫിസ്സമാ, ആകാശത്തിൽ കൂടെ വരുന്ന ആലോചിച്ചിട്ടുണ്ടോ വല്ലപ്പോഴും? ഇല്ല. ആകാശത്തിലുണ്ട് നിങ്ങളുടെ ഭക്ഷണം.
റിസ്ഖുക്കും നിങ്ങളുടെ റിസ്ക് അവിടുന്ന് വരുന്നത് വമാ തുഅദൂൻ, ഇത് അതൊന്നും കൂടാതെ നിങ്ങളോട് പലതും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് മുഴുവൻ അവിടുന്ന് കിട്ടാൻ പോവുക. നിങ്ങളുടെ മഹ്ശറ, നിങ്ങളുടെ വിചാരണ, നിങ്ങളുടെ എല്ലാം 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 അള്ളാഹു സുബ്ഹാനഹു വതആല പലതും മുകളിൽ വെച്ചിട്ടുണ്ട്. മുകളിൽ കിടക്കുന്ന നോക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അത് ഇനി മരിച്ചു കഴിഞ്ഞ് കബറിൽ ചെന്ന് കിടന്നാൽ ആകാശം കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അവിടെ ചെന്നാൽ ആകാശം കാണാൻ പറ്റില്ല, സൂര്യോദയവും കാണാൻ പറ്റില്ല, സൂര്യാസ്തമയവും കാണാൻ പറ്റൂല, നക്ഷത്രവും കാണാൻ പറ്റില്ല. അവിടെ കിടന്ന് അങ്ങോട്ട് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ ഹലാസ്, അതോടുകൂടി അവസാനിച്ച്. പിന്നെ ആകാശം പൊട്ടിപ്പിളർന്നു പോയി, ഒക്കെ തട്ടി തകർത്ത് കളഞ്ഞ് എല്ലാം തീർത്ത് അവസാനിപ്പിച്ചിട്ട് ഒന്നും കാണാത്ത സ്ഥിതി വരും. അതുകൊണ്ട് ആകാശം നോക്കിക്കോ ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. അതെന്താണ്? അതും നിങ്ങൾക്ക് ബോധത്തിനും ബുദ്ധിക്കും നല്ലതാകുന്നു. ഫറബ്ബിസ്സമാവാതി വൽ അർദ് വബ്ബിസ്സമായി വൽ അർദ്. ആകാശങ്ങളെ തന്നെയാണ് സത്യം, ഭൂമിയെ തന്നെയാണ് സത്യം. ഞാൻ ഇതുവരെ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ലഹക്ക്, സത്യമാണ്, പരമസത്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ. ഇതിനകത്ത് ഒരു അല്പം പോലും പൊളിയില്ല, ഒരിത്തിരി പോലും കളവില്ല, ഒരിത്തിരി പോലും എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാവുന്ന വിധത്തിൽ നിങ്ങളുടെ വർത്താനം പോലെ എന്തെങ്കിലും തെറ്റില്ല, കുറ്റില്ല. മുഴുവൻ 100% പരമസത്യമാകുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും. ഏതുപോലെ? മിഥില, മിഥില എന്ന് പറഞ്ഞാല് മിസാല്, ഉദാഹരണം. മിഥില പോലെ, അല്ലെങ്കിൽ ഉദാഹരണം പോലെ. മാ ഒന്ന്. എന്താണ് മിസില് ഉദാഹരണം പറയണേ? അന്നക്കും തന്തിഖൂൻ. ഞാൻ വർത്തമാനം പറയല്ലേ, ഞാൻ വർത്തമാനം പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും ഇത് ഇയാൾ ഉണ്ടായിട്ടിരിക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ അയാളുടെ ചെവിട്ടിന് എന്തോ കുഴപ്പമുണ്ട്, അതല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ അയാൾ അത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേൾക്കാത്തത്, അറിയാത്തത്. നേരെ മറിച്ച് നേർക്ക് നേരെ നിങ്ങളൊക്കെ സംസാരിക്കുന്നത് ആ നിങ്ങൾ മനസ്സിലുള്ള വികാരങ്ങളെ പുറത്തേക്ക് പറയുന്നു എന്ന് പറയുന്നത് സത്യമായൊരു വസ്തുതയാണ്. അത് ഉള്ളതാണ്. നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോ എങ്ങനെയാണ് എന്നതുപോലെ തന്നെയല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അത് ഈ സംസാരിക്കണേന് പകൽ വെളിച്ചത്തിന് വെളിച്ചമല്ല എന്ന് പറയാൻ ഒരാൾക്ക് സാധ്യമാവോ? ഒരു മനുഷ്യൻ നിന്ന് വർത്തമാനം പറയുമ്പോ ആ വർത്തമാനത്തിന് വർത്തമാനം ഇല്ലാതെ പറയാൻ സാധ്യമാവോ? വർത്തമാനം തന്നെ പച്ചയായിട്ടുള്ള സത്യമാകുന്നു, പരമമായ സത്യമാകുന്നു. ആ സംസാരം എങ്ങനെയാണോ അതേപോലെ സത്യമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പറഞ്ഞ കാര്യം മുഴുവനും. ഒന്ന്, സത്യവിശ്വാസികൾ അഥവാ സൂക്ഷ്മതയുള്ള ആളുകൾ, അവർ സ്വർഗത്തിലാകുന്നു, അരുവികളിലാകുന്നു. അവർ അള്ളാഹു സുബ്ഹാനഹു വതആല അവർ നൽകിയതിനെ സ്വീകരിച്ചവരാകുന്നു. എന്നിട്ട് പറഞ്ഞു ഈ അവര് ഇതിനു മുമ്പ് മുഹസിനുകളായിരുന്നു, അതുകൊണ്ട് എന്ത് കിട്ടിയത്. അപ്പൊ നമ്മളൊക്കെ മുഹസിനുകളാവണം എന്ന്. ഇങ്ങനൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? മുഹസിനുകളായേ പറ്റൂ. മുഹസിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സംശയമൊന്നും വേണ്ട. മുഹസിൻ എന്ന് പറഞ്ഞാൽ അവര് രാത്രി സമയത്ത് ഒരിത്തിരി നേരം കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് നമസ്കരിക്കുന്നവരായിരുന്നു. അതേപോലെ തന്നെ വെളുപ്പാങ്കാലത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നവരായിരുന്നു. ചോദിക്കുന്നവർക്ക് മുഴുവൻ അള്ളാഹു അവർക്ക് കൊടുത്തതിൽ നിന്ന് എടുത്തു കൊടുക്കാൻ സന്മനസ് കാണിച്ചവരായിരുന്നു. അതുപോലെ തന്നെ ആ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ഓർത്ത് ആലോചിച്ച് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസികളായി നിന്ന് വിശ്വാസികളായി ജീവിച്ച് വിശ്വാസികളായി മരിക്കാൻ സാധ്യത ലഭിച്ചവരാകുന്നു. ഏതെങ്കിലും കന്നുകാലികളെ പോലെ ഇഷ്ടം പോലെ തിന്ന് കുടിച്ച് മതിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചിട്ട് എങ്ങനെയെങ്കിലും അങ്ങോട്ട് മരിച്ചു പോയി മൺമറഞ്ഞു പോകുന്ന വിധത്തിലുള്ള ഒരു മൃഗമല്ല, മനുഷ്യനാണ്. നല്ല ബോധത്തോടുകൂടി ബുദ്ധിയോടുകൂടി അടയാളങ്ങളെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചവനായിരുന്നു സത്യവിശ്വാസി. അക്കൽ മന്ത് കോ ഇഷാര കാഫി ഹേ എന്ന് പറയും. അതായത് ബുദ്ധിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അടയാളം മതി. അടയാളം അത് പൂർണ്ണമാണ്, അത് മതി. അധികമൊന്നും വർത്തമാനം പറയേണ്ട ആവശ്യമില്ല എന്ന് കൊണ്ടിരുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല അവസാനം അടയാളങ്ങൾ മാത്രം പറയരുത്. ഈ അടയാളം കണ്ടാൽ മതി, അപ്പൊ തന്നെ പേടി വരും. അള്ളാഹു ഈ അടയാളങ്ങളെ പറഞ്ഞു തന്നത് നമ്മൾ അടയാളം കണ്ട് മനസ്സിലാക്കിയിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല ഭയപ്പെട്ട് ജീവിക്കുന്നതിന് വേണ്ടി മാത്രമാകുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികൾ മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആല ആണയിട്ട് പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യൻ സംസാരിക്കുന്നു എന്നത് എപ്രകാരം പരമാർത്ഥമാണോ അപ്രകാരം യാതൊരു സംശയത്തിനും അവകാശമില്ലാത്ത വിധത്തിലുള്ള പരമാർത്ഥം തന്നെയാകുന്നു ഇതുവരെ റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് നാം അള്ളാഹുവിനെ ആരാധിക്കണം. നാം മുസ്ലിങ്ങളാകണം, മുഅ്മിനുകളാകണം, മുത്തഖികളാകണം, മുഹ്സിനുകളാകണം. എന്നിട്ട് പരമോന്നതമായ പദവി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത്. 100 മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എക്സലന്റ് ആകുന്നതിന് വേണ്ടി, റാങ്ക് കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കണം. അതാണ് വാസ്തവത്തിൽ വിജയിക്കുന്നതിന്റെ അടയാളം. അങ്ങനത്തെ ആളുകൾക്ക് അറ്റ്ലീസ്റ്റ് പരാജയപ്പെടേണ്ടി വരികയില്ല. അതല്ല, നേരെ മറിച്ച്
കണ്ടതും കേട്ടത് അറിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി കുറെ അതും ചെയ്ത് കുറെ ഇതും ചെയ്ത് അങ്ങനെയൊക്കെ ജീവിച്ചു പോയിട്ട് ഏതാണ്ട് പാസ് മാർക്കിനുള്ളത് എഴുതിയിട്ടുണ്ട് 35 എന്ന് പറഞ്ഞാൽ വരുന്ന ആളുകളാണ് ഈ തോൽക്കുന്ന ആളുകൾ. ഏത് പരീക്ഷയുടെയും അവസാനത്തിൽ തോൽക്കുന്ന ആളുകളായിരുന്നു. അവർ മോഡറേഷൻ പ്രതീക്ഷിച്ചിട്ട് മിഥ്യാധാരണകളുമായിട്ട് ജീവിക്കുകയും പാസ് മാർക്കിന് വേണ്ടി മാത്രം എഴുതുകയും ഇത്രക്കൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ പരാജയം സംഭവിക്കുന്നതിന് വലിയ സാധ്യതകളുണ്ട്. നേരെ മറിച്ച് വളരെ സൂക്ഷ്മമായിട്ട് വളരെ കൃത്യമായിട്ട് എല്ലാം എഴുതി എല്ലാം ശരി തന്നെയാണ്, പിന്നീട് പരിശോധിച്ച് നോക്കുമ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും അവരാരായിരിക്കും, അവർ ഡിസ്റ്റിങ്ഷ്ഡ് ആളായിരിക്കും, അവർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടും, അവർ പ്രത്യേകം പരിഗണിക്കപ്പെടുന്നവരായിരിക്കും. അവരെ പറ്റിയാണ് ഈ പറഞ്ഞത് അസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. ഇക്കാലത്തൊക്കെ ഉള്ള ആളുകളിൽ നിന്ന് വളരെ അപൂർവ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കൂടിയിട്ടുള്ളത് 143 ആളുകൾ. എത്രയോ 10,000കണക്കിന് ലക്ഷം ആളുകൾ അവരവരുടെ വാട്സപ്പും മെസ്സേജും വീഡിയോയും അതേപോലെ തന്നെ ഗെയിംസും കാര്യങ്ങളായിട്ട് മുഴുകിക്കൊണ്ടിരിക്കുന്നു. രാത്രി പറഞ്ഞ എല്ലാ ആളുകളും ഉറക്കളച്ചിരിക്കുന്നവരാണ്. നമ്മ വിചാരിക്കേണ്ട ആരും ഉറക്കളക്കണില്ലാന്ന്. ഉറക്കമിളക്കുന്നുണ്ട്, എല്ലാവരും ഉറക്കമിളച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്താണ്, ഉറക്കമിളക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അവരുടെ ജീവിതത്തില് അവർക്ക് നഷ്ടം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സുഖങ്ങളിൽ മുഴുകിക്കൊണ്ടാകുന്നു അധികം ആളുകളും ക്ലബുകളിലും അതേപോലെ തന്നെ മറ്റുള്ള സുഖങ്ങൾക്ക് വേണ്ടിയിട്ടും രാത്രി ഉറക്കമിളക്കുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല. ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് ഉറക്കളക്കണം. അങ്ങനെയാണ് വേണ്ടത്. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ കുറ്റങ്ങളും പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. ഖുർആൻ പഠിക്കുന്നതിന് അള്ളാഹു നൽകിയിട്ടുള്ള വലിയ ഈ അവസരം നമുക്ക് നൽകുന്ന നാളെ പരലോകത്ത് തരാനിരിക്കുന്ന വലിയ സ്വർഗത്തിന്റെ ഒരു അവസരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതിങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര ഒരു ഇരിപ്പല്ല ഇരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇരിപ്പാണ്. മനസ്സിലായില്ലേ? കാരണം സെക്കൻഡിന് കൂലിയുണ്ട്. നമ്മൾ ടിക് 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 എന്ന് നമ്മളെ ഓരോ ഡിവൈസിലും കാണിക്കുന്ന ഈ സെക്കൻഡുകൾക്ക് നാളെ പരലോകത്ത് അത് 100ക്ക് 100,000 ഇരട്ടിയായിട്ട് സൽക്കർമ്മങ്ങളുടെ പ്രവൃത്തിയായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നു. ആ കിട്ടുന്ന സമയത്തോ അതിശയിച്ചു, ഇത് എങ്ങനെ എനിക്ക് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ആ സദസ്സിൽ ഇരുന്നില്ലേ, അത് തന്നെ ഒരു വലിയ കാര്യം. സദസ്സിൽ ഇരുന്നത് ഈ ആവശ്യത്തിന് വേണ്ടി പോയതല്ല, വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് നിന്ന ആൾക്കും അതിന്റെ റഹ്മത്ത് കിട്ടി, അത് കേട്ട ആൾക്ക് കിട്ടി, അതിന് മുഴുകിയ ആൾക്ക് കിട്ടി, അതിന് പ്രവർത്തിച്ചവർക്ക് കിട്ടി, അത് അറിയിച്ചവർക്ക് കിട്ടി, അത് അറിയിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തവർക്ക് കിട്ടി. എല്ലാവർക്കും പ്രതിഫലം കിട്ടുന്ന ഇതുപോലൊരു റഹ്മത്ത്, ഇതുപോലൊരു കരുണ ഖുർആനിനെ പോലെ മറ്റൊന്നും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല ലോകത്തെവിടത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ ഖുർആന്റെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഹ്ലുൽ ജന്നത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗപൂങ്കാവനത്തിൽ നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലിന്റെ കൂടെ അതുപോലെ തന്നെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സയ്യിദുകളുടെയും ശുഹദാക്കളുടെയും സാലിഹ്യങ്ങളുടെയും കൂടെ ഒരുമിച്ച് കൂടുന്നതിനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. اللهم تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.